ആദ്യം തന്നെ പറഞ്ഞേക്കാട്ടോ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതിലുള്ള പരിമിതികൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വേറെ പാത്രം വാങ്ങിച്ചൂടെ, വേറെ ബോർഡ് വാങ്ങിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് രണ്ട് കമൻസ് ഒക്കെ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കും ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നല്ല രീതിയിൽ കാണിക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെ പരിമിതികൾ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എൻ്റെ വീട്ടിലെ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോസൊക്കെ കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പാപ്പയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അടച്ചുറപ്പുള്ള ഒരു ചെറിയ വീട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കത് സാധിച്ചു കൊടുക്കണമെന്ന് എനിക്കും എൻ്റെ ഇക്കാക്കൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നമ്മളുടെ സാഹചര്യം അത് ഭയങ്കര പരിമിതമാണ് കേട്ടോ. കാരണം അറിയാലോ, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ നമ്മളൊന്നും കാണാതെ വീട് പെട്ടെന്ന് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ അറിയണം. വീണ്ടും അതിൻ്റെ ബാധ്യത ഒരുപാട് നമ്മൾ ഏൽക്കുകയും വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പം നമ്മൾ തൽക്കാലം വീട് പൊളിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ആലോചനയാണ്. പക്ഷെ പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ മുഴുവൻ ചോരുന്നതായതുകൊണ്ട് മഴയോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പാടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് യൂട്യൂബ് ഷോർട്സിൽ അത്യാവശ്യം അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു സപ്പോർട്ട് എനിക്ക് ഈ ഒരു ലോങ് വീഡിയോസിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഇപ്പം നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷനോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലൈക്കോ ഷെയറോ കൊണ്ടിട്ട് ചിലപ്പം പല ജീവിതങ്ങളും മാറ്റിമറിയായിരിക്കും അല്ലേ. അപ്പം പിന്നെ രാവിലത്തെ കലാപരിപാടികളാണ് ഇതൊക്കെ. രാവിലെ കുട്ടികളൊക്കെ മദ്രസ കൊണ്ട് വിട്ടു, അരിയടുപ്പത്തിട്ടു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ചെറുപയർ കുട്ടികൾക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നത് അവർ രാവിലെ പല സമയത്തായിട്ട് മിഡ് മോർണിംഗ് മീലൊക്കെ ആയിട്ട് അവരങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ഞാൻ രാവിലെ ചായ കുടിക്കാത്തത് കൊണ്ടിട്ട് മുട്ട പുഴുങ്ങിയതാണ് കഴിച്ചത്. പിന്നെ ഒരു ബീട്രൂട്ട് മെഴുക്കിടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എനിക്ക് ചോറ് കൊണ്ടുപോകണം. ഒരു കടലക്കറി വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാവക്കായും ഉള്ളിയും കൂടെ ഇട്ട് തീയലും വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അത്ര വലിയ കുക്കിങ്ങിനൊരു എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ വീട്ടിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോയിലും വരുന്നത്. ഇളയ മോൻ രാവിലെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ജോലിയൊക്കെ ഒതുക്കണം. അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അവനുള്ള പാലൊക്കെ ഞാൻ കാഴ്ച വെച്ചിട്ടുണ്ട്. അവൻ്റെ കുപ്പിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവനിപ്പോഴും ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നത് നിപ്പിളും കുപ്പിയിൽ പാൽ അവന് കുടിക്കണം കേട്ടോ. അവന് ഫുഡൊന്നും കിട്ടിയില്ലേലും വേണ്ട, അവന് എഴുന്നേറ്റ ഉടൻ തന്നെ അവനൊന്ന് ഫ്രഷായി വന്ന ഉടൻ തന്നെ അവന് പാൽ കുടിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ അതാണ്ട് കടലയൊക്കെ നമ്മൾ വേവിച്ചു കേട്ടോ. വേവിക്കാൻ വേണ്ടി വെച്ചു. ഞാനിങ്ങനെയാണ് കടലക്കറി വെക്കാറുള്ളത്. എല്ലാം കൂടെ കൂട്ടി, അതായത് തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് കൂട്ടി വെക്കും. എന്നിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് എണ്ണയും കടുകൊക്കെ ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കും കേട്ടോ. ലാസ്റ്റ് പച്ചത്തേങ്ങയും കൂടെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി കിട്ടും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ ബീട്രൂട്ട് മെഴുക്കിടുന്നുണ്ട്. ബീട്രൂട്ട് ഞാൻ എപ്പോഴും നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് മെഴുക്കിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. ഇതാകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ തീയലിനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. തേങ്ങയൊക്കെ നമ്മൾ തലേന്ന് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തേങ്ങ ഇച്ചിരി വറുത്തെടുക്കുകയാണ്. കുറച്ചേ എടുക്കുന്നുള്ളൂ തേങ്ങ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വറുത്തിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കും കേട്ടോ. ഇപ്പുറത്തെ അടുപ്പയിൽ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് പാവക്കായും ഉള്ളിയും കൂടെ ഇട്ട് നമ്മൾ വഴറ്റാൻ വേണ്ടി വെക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എനിക്കറിയാവുന്ന രീതിയിലാണ്. നിങ്ങളിങ്ങനെയാണോ തീയൽ വെക്കുന്നതെന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ കുപ്പി എന്താ അങ്ങനെയെന്ന് നിങ്ങൾ ഇതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ തലയിൽ എണ്ണ വെക്കാൻ വേണ്ടി കുപ്പി എടുക്കുക. എന്നിട്ട് അവർ ഓരോ കലാപരിപാടികൾ കാണിക്കുന്നതാണ് കേട്ടോ. എന്ത് പറയാനാ, പിള്ളേരുള്ള വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വറുത്തരക്കാനുള്ള തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാവക്കായും ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ അരപ്പെല്ലാം കൂടെ ഇട്ട് പിന്നെ നമ്മൾ പിഴുപുളിയാണ് പിഴിഞ്ഞ് പുളിവെള്ളം നമ്മൾ ഒഴിക്കും. പിന്നെ ഇച്ചിരി ഉപ്പും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും. പിന്നെ ലാസ്റ്റ് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശകല
ശകലം പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു തീയലിന്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഗോതമ്പ് പുട്ടാണ് രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പുട്ടിൻ്റെ സംഭവങ്ങളും വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കടലക്കറിയും കൂട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു വെള്ളക്കടല കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കവാറും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് നല്ലതല്ല എന്നറിയാം. എനിക്കിപ്പം ശരിക്കും വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട് കേട്ടോ. മോനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞേ പിന്നെ ശരിക്കും വെയിറ്റ് ഗെയിൻ ആവുന്നുണ്ട്. കാരണം ആ ഒരു ഡെലിവറി ടൈമിൽ എനിക്ക് വന്ന ആ ഒരു വെയിറ്റിൻ്റെ പിന്നെയും ഒരു എക്സ്ട്രാ ആണ് എനിക്ക് ഇപ്പോഴത്തെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ടെന്നുള്ളത്. ഇച്ചിരി ഹെൽത്തിലൊക്കെ ഇപ്പോൾ ഇച്ചിരി കോൺഷ്യസ് ആകുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, ഫുഡിനൊക്കെ ഇച്ചിരി ഇപ്പോൾ കൺട്രോൾ ആക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ അത്ര വലിയ തിരക്കൊന്നുമില്ല. എന്നാൽ പോലും എനിക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ടിട്ട് ഞാൻ രാവിലെ തന്നെ ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ കറികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ടയും കൂടെ വറുക്കാമെന്ന് ഓർത്തു കേട്ടോ. ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് മുട്ട വറുക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ 2 ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മൾ മുട്ട വറുത്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ട് വേണം ഇനി എനിക്ക് പോയി കുളിച്ച്. അപ്പോൾ കുഞ്ഞ് ഏകദേശം ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനെ ഞാനുള്ളപ്പോൾ കുളിപ്പിച്ചാലേ നടക്കത്തോളം, ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ഭയങ്കര വാശിയായിരിക്കും കേട്ടോ. മറ്റുള്ളവർക്ക് കുളിക്കാൻ ഭയങ്കര മടിയാണ് അവന് കുളിക്കാൻ വേണ്ടിയിട്ട്. അധികം വാശിയൊന്നുമില്ല, എന്നാലും ചില കാര്യങ്ങൾക്കൊക്കെ ചില സമയത്ത് ഞാൻ തന്നെ വേണം കേട്ടോ. കാരണം ഞാൻ അവന് ഡെലിവറി കഴിഞ്ഞ് ഒരു 40 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീണ്ടും ജോലിക്കൊക്കെ വന്നുകൊണ്ടിട്ട് തന്നെ കുറേയൊക്കെ അവൻ അഡ്ജസ്റ്റഡ് ആണ്. എന്നാലും ചില സമയത്ത് അവന് ദേഷ്യം വന്ന് വാശിയായി കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ സംഭവങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി. അതിനുശേഷം താണ്ടെ ഞങ്ങൾ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഞാനും ഒന്ന് റെഡിയാകാൻ വേണ്ടി പോവുകയാണ്. അതിനിടയ്ക്ക് താണ്ടെ കുളിച്ച് വന്നതിന് ശേഷം ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ലഞ്ച് എടുത്ത് വെക്കുകയാണ് കേട്ടോ. കുറച്ച് റൈസേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പാവക്കായും കുറച്ച് ബീട്രൂട്ടും മുട്ട വറുത്തതും കൂടെ ആയിട്ട് അങ്ങനെ എടുത്തു. അങ്ങനെ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള പ്രചോദനം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.